ചന്ദ്രൻ പിളരുകയും അസ്തമിക്കാൻ പോകുന്ന സൂര്യൻ അസ്തമിക്കാതെ അള്ളാഹുവിന്റെ ഹബീബിന്റെ അശ്ര നിസ്കാരം നിർവഹിക്കപ്പെടാൻ വേണ്ടി അസ്തമയം നടത്താതെ കാത്തിരിക്കുകയും ചെയ്തത് അവിടുത്തെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണല്ലോ. വൽവഹ്ശു വൽഅശ്ജാറു ഖസ്സജദത് ലഹു വഅലൈഹി ഖസ്സല്ലംന ബഅദ തശഹുദി. വൽവഹ്ശു വൽഅശ്ജാറു ഹിംസ്ര ജീവികളും സസ്യങ്ങളുമെല്ലാം ഖസ്സജദത് ലഹു മുത്തനബിക്ക് വേണ്ടി സുജൂദിൽ വീണുവല്ലോ. വഅലൈഹി ഖസ്സല്ലംന ബഅദ തശഹുദി അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ നബിയോട് സലാം പറയുമായിരുന്നുവല്ലോ കല്ലുകളും വൃക്ഷങ്ങളും. വമിനൽ യസീരി സഖാ വഅത്അമ ജൈശഹു ഹത്ത ഇക്തഫൗ വയസീറുഹു ലം യൻഫദി. വമിനൽ യസീരി സഖാ വളരെ തുച്ഛമായതിൽ നിന്നും സഖാ വഅത്അമ ജൈശഹു അവിടുന്ന് കുടിപ്പിക്കുകയും അവിടുത്തെ സൈന്യത്തെ ഭക്ഷിപ്പിക്കുകയും ചെയ്തുവല്ലോ. അവർക്കൊക്കെ മതി വരികയും ആ കുറച്ചു ബാക്കിയുള്ളത് തീർന്നു പോവാതെ ഒരുപാട് ആളുകൾക്ക് ലഭ്യമാകത്തക്ക വിധം വെള്ളവും ഭക്ഷണവും ഹബീബിന്റെ കയ്യാലെ വർദ്ധിച്ചിട്ടുണ്ടല്ലോ എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്തുകളാണ് നമ്മൾ മൗലിദിന്റെ കിതാബിൽ ഓതുന്ന ഈ വരികളിലൂടെ മഹാന്മാരായ പണ്ഡിതന്മാർ രചിച്ചു വെച്ചിരിക്കുന്നത്. വലഹുൽ വസീലതു والفضيلة والعلا ومقامه المحمود يوم الموعد وآته الوسيلة والفضيلة والدرجة الرفيعة وبعثه المقام المحمود الذي وعدته. നാളെ പരലോകത്ത് അൽ മഖാമുൽ മഹ്മൂദ് സ്തുതിക്കപ്പെടുന്ന സ്ഥാനമെന്തോ ആ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നവരാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളുടെ അപദാനങ്ങളും അവിടുത്തെ സ്ഥാനമാനങ്ങളും എണ്ണിയാൽ ഒതുങ്ങുന്നതല്ലല്ലോ. എത്രയാണവയൊക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുള്ള അവിടുത്തെ മുഅ്ജിസത്തുകളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളാണ് നമ്മൾ നടത്താൻ പോകുന്നത്. മദീനയിൽ നിന്ന് സാറ എന്ന് പറയുന്ന ഒരു പെണ്ണ് മദീനയിൽ നിന്ന് മക്കയിലേക്ക് യാത്ര പോകുന്നുണ്ട്. അവളുടെ പേര് സാറ എന്നാണ്. അവൾ പോകുമ്പോ മദീനയിൽ നിന്ന് ഒരാൾ ഒരു കത്ത് കൊടുത്തു വിട്ടിട്ടുണ്ട്. ആ കത്ത് തന്റെ മുടിക്കെട്ടിൽ എവിടെയോ അവൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവൾ മക്കക്കാർക്ക് സേവനം ചെയ്തിരുന്ന മുഹാജിറുകളായ സ്വഹാബിമാർ മക്കയിലുള്ള സമയത്ത് അവരുടെ വീടുകളിൽ ജോലി ചെയ്തവളാണ്. മദീനയിൽ വന്നവരെ കണ്ടുപോകുമ്പോ ഒരു കത്ത് കൂടെ കിട്ടിയിട്ടുണ്ട് മക്കയിൽ കൊണ്ടുപോയി കൊടുക്കാൻ. ആ കത്ത് ശുദ്ധമായ ഹബീബിന്റെ മദീനയിൽ നിന്ന് പുറപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു വഹി നൽകുന്നു. ആ കത്തിൽ വളരെ കോൺഫിഡൻഷ്യലായ ഒരു വിവരം ലീക്ക് ചെയ്യപ്പെടുകയാണ്. കോൺഫിഡൻഷ്യലായ വിവരം അള്ളാഹുവിന്റെ ഹബീബ് മക്കയെ കീഴടക്കാൻ പോകുന്നുണ്ട്. വിശുദ്ധമായ ഫത്ഹ് മക്ക നടക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് അല്ലാഹുവിന്റെ സഹായവും മക്ക വിജയവും നടന്നു കഴിഞ്ഞാൽ വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ വിശുദ്ധമായ ദീനിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി ഓടി വരുന്നതും കണ്ടാൽ
ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, നബിയെ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ ഹംദ് ചൊല്ലേണമേ, സുബ്ഹാനല്ലാഹ് പറയണമേ. വസ്തഗ്ഫിറുഹു, റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കണേ. ഇന്നഹു കാന തവ്വാബ, അല്ലാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് നബിയെ. ഈ ആയത്തിന്റെ ഉള്ളിൽ മക്കയിലേക്കുള്ളൊരു യാത്രയെക്കുറിച്ചും മക്ക നഗരം ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുന്നുവെന്നും സൂചനയുണ്ട്. ആ സംഭവമാണ് ഹിജ്റ 8-ാം വർഷം നടക്കാൻ പോകുന്നത്. വിശുദ്ധമായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്ഹാബിനെയും കൂട്ടി മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്നു. 10,000 ഓഫ് സെയിൻസ്, 10,000 വിശുദ്ധന്മാരോടുകൂടെ നബിതങ്ങൾ കടന്നു വരുമെന്ന് ബൈബിൾ പുസ്തകങ്ങളിൽ പറഞ്ഞ ആ സംഭവം നടക്കുകയാണ്. The Lord came on Sinai, shined on Seri, he came forth from Mount Paran, he came with 10,000 of saints. From his right hand there went a fiery law എന്ന് പറഞ്ഞ വിശുദ്ധമായ ഹബീബിന്റെ വരവിനെ സംബന്ധിച്ചുള്ള പരാമർശം ഓൾ ടെസ്റ്റമെന്റിൽ കാണാൻ കഴിയും. ദൈവത്തിന്റെ പ്രഭ അങ്ങകലെ സീനായിൽ പ്രത്യക്ഷപ്പെടുകയും സേരിയിലൂടെ വിളങ്ങുകയും ആ പ്രഭ പാറാൻ കുന്നുകളിൽ നിന്ന് ഒന്നുകൂടെ പ്രോജ്വലിക്കാൻ പോവുകയാണ്. ആ പ്രവാചകന്റെ അനുയായികൾ 10,000-ഓളം ആളുകളുമായി ആ പ്രവാചകൻ മാർച്ച് ചെയ്യും. ഹി കെയിം വിത്ത് 10,000 of saints, 10,000 സന്യാസിമാർ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. സന്യാസിമാരെന്ന് പറഞ്ഞ വാക്കിന് ദൈവഭക്തന്മാർ, പയസ്, വളരെയധികം തഖ്വയുള്ള ആളുകൾ. അത്തരം ആളുകൾ ശുദ്ധ നബിയോടുകൂടെ 10,000 ആളുകൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരും എന്നൊരു പരാമർശമുണ്ട്. From his right hand there went a fiery law, ആ പ്രവാചകരുടെ വലതു കൈയിൽ അഗ്നിപ്രമാണമായ ഒരു നിയമഗ്രന്ഥമുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. ആ വിശുദ്ധമായ സംഭവം നടക്കുകയാണ്. മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരികയാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 10,000 അനുയായികൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് യാത്ര പോകുമ്പോ മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇത് ആരോടും പറയരുത്, ആരോടും പറഞ്ഞു കൊടുക്കരുത്, കോൺഫിഡൻഷ്യലാണ്, ആരും അറിയരുത് എന്ന് പറഞ്ഞു. ആ ഒരു യാത്രയാണ് ഒരാൾ മക്കക്കാർക്ക് ചോർത്തി കൊടുക്കുന്നത്. അത് ഹാത്തിബ് ഇബ്ൻ അബി ബൽതഅ എന്ന് പറയുന്ന സ്വഹാബിയാണ് റളിയല്ലാഹു അൻഹു. മക്കയിൽ ഒരു യുദ്ധം നടന്നാൽ, ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ ആ സമയം തന്റെ കുടുംബത്തിന്റെ മക്കയിൽ സംരക്ഷണമില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് മക്കക്കാർക്ക് ഒരു സോഫ്റ്റ് കോർണർ, തന്നോട് ഒരു സിമ്പതി തോന്നാൻ വേണ്ടി മക്കക്കാർക്കൊരു രഹസ്യം ചോർത്തുകയായിരുന്നു മഹാനായ സ്വഹാബി ഹാത്തിബ് റളിയല്ലാഹു അൻഹു. ആ ചോർത്തിയ വിവരം ഒരു കത്തിലൂടെയാണ് പോകുന്നത് മക്കയിലേക്ക്. ആ കത്തുമായി ആ പെണ്ണ് മരുഭൂമിയിലെത്തിയപ്പോ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ വഹി വരുന്നു തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വഹിയിൽ നബി തങ്ങൾ ആ പെണ്ണ് എവിടെയാണുള്ളത് എന്ന് പറഞ്ഞു. എവിടെയാണ് ആ പെണ്ണ് എത്തി നിൽക്കുന്നത്, എവിടെയാണ് ആ പെണ്ണിന്റെ റൂട്ട്, ഏതിലൂടെയാണ് അവർ പോകുന്നത്, എല്ലാം കൃത്യമായ രേഖ നബി തങ്ങൾക്ക് ലഭിക്കുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ. അപ്പോഴാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, യാ അലി, സുബൈർ, മിഖ്ദാദ്, നിങ്ങൾ 3 പേരും എഴുന്നേൽക്കുക. നിങ്ങൾ സൈന്യമാണ്, നിങ്ങൾ സിംഹമാണ്. നിങ്ങൾ 3 പേരും പോയി മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്ന സാറ എന്ന പെണ്ണ് ഖാഖ് എന്ന് പറയുന്ന ഒരു തോട്ടത്തിന്റെ അരികത്തെത്തി നിൽക്കുകയാണ്. അവരെ ചെന്ന് പിടിക്കണം എന്ന് പറഞ്ഞു. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട്, മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനോട്, സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പോവുക. മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്ന റൂട്ടിൽ ഖാഖ് എന്ന് പറയുന്ന ഒരു ചെറിയ തോട്ടമുണ്ട്. അവിടെ നിങ്ങൾക്കൊരു പെണ്ണിനെ കാണാം. അവളോട് ചോദിക്കണം, നിന്റെ കയ്യിലുള്ള കത്ത് തരാൻ വേണ്ടി പറഞ്ഞു ഞാനെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
പറഞ്ഞതനുസരിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ 3 ചുണക്കുട്ടികൾ ആ പെണ്ണിനെയും തേടി പുറപ്പെടുന്നു. മദീനയിൽ നിന്ന് പോകുന്ന റൂട്ട് കൃത്യമാണ് നബിതങ്ങൾ. അവൾ ഇത്ര ദൂരം എത്തിയിട്ടുണ്ട്, ഇവിടെയാണ് അവൾ ഉള്ളത്, ഇന്ന താഴ്വരക്കിടയിലാണ്, സ്ഥലവും പറഞ്ഞു കൊടുത്തു. അവിടെ എത്തിയാൽ അവളോട് പറയണം, നിന്റെ കയ്യിലുള്ള കത്തെടുക്ക് എന്ന് പറയണം. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, പെണ്ണെ നിന്റെ കയ്യിൽ കത്തുണ്ടോ? അവൾ പറഞ്ഞു, എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അടച്ചു നിഷേധിച്ചു. ആ സമയം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്റെ ലഗേജ് ഞങ്ങൾക്ക് ചെക്ക് ചെയ്യണം. ഒട്ടകപ്പുറത്ത് നിന്ന് എല്ലാം താഴെ വെച്ചു. ഓരോന്നോരോന്ന് തുറന്ന് കൃത്യമായി പരിശോധിച്ചു. കൃത്യമായി പരിശോധിച്ചതിന്റെ ശേഷം അവളുടെ ലഗേജിലൊന്നും ഇല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോ മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പെണ്ണെ നിന്റെ കൂടെ കത്തുണ്ട് എന്ന് ആകാശത്ത് നിന്ന് വിവരം വരുന്ന മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് വിവരം തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ വസ്ത്രം അങ്ങ് ഓരോന്നോരോന്നായി അഴിച്ചു മാറ്റിയെങ്കിൽ തന്നെയും പ്രശ്നമല്ല, ഞങ്ങൾ ആ കത്തുകൊണ്ടേ പോവൂ എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ അവൾ പേടിച്ചു പറഞ്ഞു, ഒരൽപ്പം സാവകാശം തരണം. അവൾ മാറി നിന്ന് ഹിജാബിന്റെ നിഖാബിന്റെ ഉള്ളിൽ നിന്ന്, മുടിക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് ചുരുട്ടി വെച്ച കത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. ആ കത്തുമായി ഓടുകയാണ് മദീനയിലേക്ക് അലി റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു, മഹാന്മാരായ സ്വഹാബിമാർ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് വന്നു. ആ കത്ത് ചുരുട്ടിപ്പിടിച്ചൊരു സ്ക്രോളാണ്. അന്നത്തെ പഴയ കടലാസുകൾ അങ്ങനെയാണല്ലോ. ആ കത്ത് നബിതങ്ങൾ തുറക്കാൻ വേണ്ടി പറഞ്ഞു. തുറന്നു നോക്കുമ്പോ മിൻ ഹാത്തിബ് ഇബ്നു അബി ബൽതഅ ഇലാ റുഅസാഇ ഖുറൈശ്. ഇത് ഹാത്തിബ് ഇബ്നു അബി ബൽതഅ ഖുറൈശികളായ പ്രമാണിമാരോട് ആഹ്വാനം ചെയ്യുകയാണ്, അറിയിച്ചു കൊടുക്കുകയാണ്. എന്ത്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്നുണ്ട്, നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നു, മക്കയിൽ ഒരു യുദ്ധം നടക്കാൻ പോവുകയാണ്, അതുകൊണ്ട് എന്റെ കുടുംബത്തെ നിങ്ങൾ സംരക്ഷിക്കണേ എന്ന് അപേക്ഷിച്ചുകൊണ്ടുള്ള കത്താണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ ഇത് വായിക്കപ്പെടുമ്പോ ഇത് എഴുതിയ സ്വഹാബി ഹാത്തിബ് എന്നവർ കൂടെയുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ ഹമലക യാ ഹാത്തിബ് അലാ ഹാദാ, ഹാത്തിബേ നിങ്ങൾ ഈ പണി ചെയ്യാൻ കാരണം എന്താണ്? ഹാത്തിബേ എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ രഹസ്യം ശത്രുക്കൾക്ക് ചോർത്തി കൊടുത്തത്? അദ്ദേഹം പറഞ്ഞു, മഹാനായ ഹാത്തിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഞാൻ ഈ ചെയ്തത് ഗുരുതരമായ തെറ്റാണെന്നറിയാം. വലം അക്ഫുർ മുൻദു അസ്ലംത്, മുസ്ലിമായതിന്റെ ശേഷം ഞാൻ ഒരിക്കലും കുഫറിന്റെ പണി ചെയ്തിട്ടില്ല നബിയെ, അങ്ങനോട് ക്ഷമിക്കണം. ഞാൻ ആ ചെയ്യാൻ കാരണം മുഹാജിറുകളായ മക്കയിൽ നിന്ന് കടന്നു വന്ന ഓരോരുത്തർക്കും മക്കയിൽ കുടുംബങ്ങളുണ്ട്, എനിക്കവിടെ കുടുംബ ബന്ധങ്ങളില്ലല്ലോ. അതുകൊണ്ട് ഒരു യുദ്ധം നടന്നാൽ മറ്റുള്ളവരുടെ കുടുംബങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടുമ്പോ എന്റെ കുടുംബം അവിടെ സംരക്ഷിക്കപ്പെടാതെ പോവരുത്. അതുകൊണ്ടാണ് ഞാൻ അവരുടെ ഒരു സിമ്പതി നേടാൻ വേണ്ടി ഈ പണി ചെയ്തത് നബിയെ, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് ഇത് സഹിക്കാൻ പറ്റുമോ? ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ദഅനി അൻദുർ ദഅനി അഖ്തുൽ ഹാദൽ മുനാഫിഖ്, നബിയെ ഈ കപട വിശ്വാസിയെ ഞാൻ വധിക്കട്ടെയോ നബിയെ, എനിക്ക് അങ്ങ് സമ്മതം തരുമോ എന്ന് ചോദിച്ചു മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല. അപ്പോഴാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഹബീബായ തങ്ങൾ പറയുകയാണ്, ഇന്നഹു സ്വദഖകും, നിങ്ങളോട് സത്യം പറഞ്ഞിട്ടുണ്ട്. ഹാത്തിബ് എന്നവർ സത്യമാണ് പറഞ്ഞത്. ഇന്നഹു ഖദ് ശഹിദ ബദ്റ, ഉമറേ ഹാത്തിബ് എന്നവർ പരിശുദ്ധമായ ബദർ യുദ്ധത്തിൽ സംബന്ധിച്ച സ്വഹാബിയല്ലയോ? വമാ യുദ്രീക ലഅല്ല അല്ലാഹ തആല അലാ അഹ്ലി ബദ്രിൻ ഫഖാൽ യഅമലൂ മാ ശിഅ്തും ഫഇന്നി ഗഫർതു ലക്കും. ഉമറേ നിങ്ങൾക്കറിയുമോ, അല്ലാഹു ബദ്രീങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം, ലഅല്ല അല്ലാഹ തആല അലാ അഹ്ലി ബദ്രിൻ ഫഖാൽ യഅമലൂ മാ ശിഅ്തും ഫഇന്നി ഗഫർതു ലക്കും.
ബദരീങ്ങളെ, നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നുവെന്ന് അള്ളാഹു ബദരീങ്ങളോട് പറഞ്ഞിരിക്കണം ഉമറേ. അതുകൊണ്ട് ഹാത്തിബ് എന്നവർ ബദരിയായ സുഹാബിയല്ലയോ? ആ സുഹാബിയെ കൊല്ലാൻ വേണ്ടി ചോദിക്കുകയാണോ? ഉമറേ, നിങ്ങളെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ ഉമർ തങ്ങളോട് ചോദിച്ചു. ആ ഇടക്കാണ് സൂറത്തുൽ മുംതഹിന അവതരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദൂ അദുവ്വി വഅദുവ്വകും ഔലിയാ. സത്യവിശ്വാസികളെ, എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങൾ സുഹൃത്തുക്കളാക്കി വെക്കരുത്. മക്കക്കാർ നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചവരാണ്, നിങ്ങളെ മക്കയിൽ നിന്ന് ആട്ടി പുറത്താക്കിയവരാണ്. അവരോട് നിങ്ങൾ സൗഹൃദ മനോഭാവം കൊണ്ട് നടക്കരുത് എന്ന വിശുദ്ധമായ സൂറത്തുൽ മുംതഹിനയുടെ ആദ്യ ഭാഗത്ത് ആയത്തുകൾ അവതരിക്കുന്നത് ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ്. നമ്മൾ മനസ്സിലാക്കുന്നത്, മദീനയിൽ നിന്ന് മക്കയിലേക്ക് പാതി വഴി പോയിക്കൊണ്ടിരിക്കെ, 100ഓളം കിലോമീറ്റർ കഴിഞ്ഞിരിക്കെ, ഖാഖ് എന്ന തോട്ടത്തിൽ സാറ എന്ന പെണ്ണിന്റെ മുടിക്കെട്ടിനുള്ളിൽ കിടക്കുന്ന കത്തിന്റെ വിവരം ഹബീബായ നബി തങ്ങളെ അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ്. മറഞ്ഞു കിടന്നിരുന്ന ഒരു ഗൈബ് അഷ്റഫുൽ ഖൽഖ് തങ്ങൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തപ്പോ, നബി തങ്ങൾക്ക് അള്ളാഹുവിന്റെ വിവരം ലഭിച്ചപ്പോ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഖ്ബാറുഹു അനിൽ മഗീബാത്ത്, നമ്മുടെ ദൃഷ്ടികൾക്ക് മറഞ്ഞു കിടക്കുന്ന ലോകം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കി തരികയാണ്. ഹബീബായ തങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ഇക്റാം, അള്ളാഹു നൽകുന്ന ബഹുമാനവും നിബിതങ്ങളുടെ മുഅ്ജിസത്തുകളുമാണത്. ആയാതുഹു വൽ മുഅ്ജിസാതു കസീറത്തുൻ ഷഹിദത് ബിസ്വഹ്ഹതിഹാ ഉഖൂലുൽ ഹുസ്സദി. യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി منجي الخلائق من جهنم في غديم. آياته والمعجزات كثيرة. എത്രയോ ദൃഷ്ടാന്തങ്ങളാണ് മുത്തുനബി കാണിച്ചത്. ലോകത്ത് വന്ന പ്രവാചകന്മാർ മുഴുവനും അവരുടെ പ്രവാചകത്വം തെളിയിക്കുവാൻ മുഅ്ജിസത്തുകൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഉബ്രിഉൽ അക്മഹ വൽ അബ്റസ വഉഹയിൽ മൗതാ ബിഇദ്നില്ലാഹ്. ഉബ്രിഉൽ അക്മഹ വൽ അബ്റസ, കണ്ണു കാണാത്ത ആളുകൾക്ക്, ജന്മന അന്ധന്മാരായ ആളുകൾക്ക് കാഴ്ച കൊടുക്കുവാനും, കുഷ്ഠരോഗം സുഖപ്പെടുത്താനും, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്താനും ബിഇദ്നില്ലാഹ്, അല്ലാഹു നൽകുന്ന സമ്മതത്തോടുകൂടെ എനിക്ക് സാധിക്കുമെന്ന് മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മഹാനായ നബി ഈസ നബിക്ക് അല്ലാഹു നൽകിയ ആ കഴിവ് അപാരമല്ലയോ? ഉബ്രിഉൽ അക്മഹ വൽ അബ്റസ വഉഹയിൽ മൗതാ ബിഇദ്നില്ലാഹ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഹബീബായ തങ്ങളോട് ഇതുപോലെ തന്നെ ചത്തുകിടന്നിരുന്ന ജീവിയുടെ ശരീരഭാഗം സംസാരിച്ചിട്ടുണ്ടല്ലോ. ഹബീബിനെ വിഷം കൊടുത്തു കൊല്ലാൻ കൊണ്ടുവന്ന വിഷമൂട്ടിയ ആടിന്റെ കാൽ തുടകളിൽ നിന്ന് ഹബീബായ നബി തങ്ങൾക്ക് സംസാരം കേട്ടിട്ടുണ്ട്. നബിയെ, എന്നെ കഴിക്കല്ലിൻ നബിയെ, എന്നിൽ വിഷമുണ്ട് നബിയെ എന്ന് ഖൈബറിൽ വെച്ച് ആടിന്റെ കാല്, ചുട്ടെടുത്ത കാല് നബിയോട് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധമായ ആ കരം കൊണ്ട് തടവിയപ്പോൾ എത്രയാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ കരങ്ങളെ കൊണ്ട് ശിഫ കിട്ടിയത്. ആയാതുഹു വൽ മുഅ്ജിസാതു കസീറത്തുൻ ഷഹിദത് ബിസ്വഹ്ഹതിഹാ ഉഖൂലുൽ ഹുസ്സദി. ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ إلا من ارتضى من رسول فإنه يسلك من بين يديه ومن خلفه رصدا. عالم الغيب, الله عن غيب رينوان, فلا يظهر على غيبه أحدا إلا من ارتضى من رسول. അള്ളാഹു പൊരുത്തപ്പെട്ട ഒരു റസൂലിനല്ലാതെ അള്ളാഹു ഗൈബ് അറിയിച്ചു കൊടുക്കുകയില്ല. അള്ളാഹുവാണ് ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവാണ് അദൃശ്യ ലോകത്തിന്റെ താക്കോലുകൾ അള്ളാഹുവിന്റെ കയ്യിലാണ്. വഇൻദഹു മഫാതീഹുൽ ഗൈബ്,
ഗൈബിന്റെ താക്കോലുകൾ കിടക്കുന്നത് അള്ളാഹുവിന്റെ കയ്യിലാണ്. എന്നാൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു റസൂലിന് അള്ളാഹു അത് അറിയിച്ചു കൊടുക്കുമെന്ന് സൂറത്തുൽ ജിന്നിൽ അള്ളാഹു പറയുന്നുണ്ട്. فإنه يسلك من بين يديه ومن خلفه رصدا. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇതുപോലെയുള്ള ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു നൽകുന്നത് ഈ ഹബീബ് എന്താണോ ലോകത്ത് പഠിപ്പിക്കുന്നത് അത് സത്യമാണെന്ന് ജനങ്ങൾക്ക് ബോധിക്കുവാനും, പരലോക ജീവിതമുണ്ടെന്നും ബർസഖിൽ ജീവിതമുണ്ടെന്നും അള്ളാഹുവിനെ കാണാൻ പോകുന്നുവെന്നും പരലോകത്തെ ജീവിതം യാഥാർത്ഥ്യമാണെന്നും അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുമ്പോ അത് സത്യമാണെന്ന് ബോധിക്കാനാണ് നൂറുകണക്കിന് മുഅ്ജിസത്തുകളെ ഹബീബിന്റെ കയ്യിലൂടെ അള്ളാഹു കാണിച്ചു തരുന്നത്. ഈമാൻ വർദ്ധിക്കുവാനാണത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായിയുണ്ട്, ഉമ്മു ഹറാം ബിൻതു മൽഹാൻ. ഉമ്മു ഹറാം ഇബ്നു മൽഹാൻ, മൽഹാൻ എന്നവരുടെ പുത്രി ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ റസൂലിന്റെ അമ്മായിയാണ്. ഉബാദത്ത് ഇബ്നു സ്വാമിത് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്നു. നബി തങ്ങളുടെ അമ്മായി എന്ന നിലക്ക് അവരെ കാണാൻ പോകാറുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വീട്ടിൽ ചെല്ലും, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കും, അവിടെ ചെറുതായൊന്ന് ഉറങ്ങുമെന്ന് മയങ്ങും, അവരോട് തമാശ പറയും. അങ്ങനെ ഒരു ദിവസം ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വന്നപ്പോ ഫഗലബതുഹു ഐനുഹു, നബി തങ്ങൾ ചെറുതായൊന്ന് ഉറങ്ങുകയാണ്. പെട്ടെന്ന് ഉണർന്നു. വഹുവ യദ്ഹകു, നബി തങ്ങൾ ചിരിക്കുന്നുണ്ട്. മാ യുദ്ഹികുക യാ റസൂലല്ലാഹ്, നബിയെ എന്തുകൊണ്ടാണ് അങ്ങ് ചിരിക്കുന്നത് എന്ന് ചോദിച്ചു ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ. മാ യുദ്ഹികുക യാ റസൂലല്ലാഹ്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നബി തങ്ങൾ ചിരിക്കുകയാണ്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, നാസും മിൻ ഉമ്മതി ഉരിദു അലയ്യ ഗുസാതൻ ഫീ സബീലില്ലാഹ് യർകബൂനൽ ബഹർ മുലൂകൻ അലൽ അസിറ ഔ മിസ്ലൽ മുലൂകി അലൽ അസിറ. ഉമ്മു ഹറാമേ, അല്ലാഹു എനിക്ക് സ്വപ്ന ദർശനം കാണിച്ചു തന്നു. നാസും മിൻ ഉമ്മതി, എന്റെ സമൂഹത്തിലെ ഒരു കൂട്ടം ആളുകൾ അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു, ഈ ദീനിന്റെ പ്രചാരണത്തിന് വേണ്ടി കടൽ കയറി പോകുന്നുണ്ട്. ഉസാതൻ ഫീ സബീലില്ലാഹി യർകബൂനൽ ബഹറ. സമുദ്രം കാണാത്ത നബിയാ പറയുന്നത്, സമുദ്രത്തിന്റെ മീതെ യാത്ര ചെയ്ത് മുലൂഖൻ അലൽ അസിറ, കപ്പലുകളിൽ കട്ടിലുകളിൽ രാജാക്കന്മാരെ പോലെ കടന്നുകൊണ്ട് ജിഹാദിന് പോകുന്ന എന്റെ ഉമ്മത്തികളെ അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. ഉമ്മു ഹറാമേ, അത് കണ്ടപ്പോഴാണ് ഞാൻ ചിരിച്ചതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുലൂഖൻ അലൽ അസിറ, കട്ടിലുകളിൽ രാജാക്കന്മാരെ പോലെ കടന്നുകൊണ്ട് പോവാണ്. അത് പറഞ്ഞപ്പോ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹക്കൊരു മോഹം, നബിയെ ആ സംഘത്തിൽ എനിക്കും പോവണമല്ലോ നബിയെ, എനിക്കും ഒരാഗ്രഹമുണ്ട്, ആ സംഘത്തിൽ ഞാനും ഉണ്ടാവണം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറഞ്ഞത്, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ അൻ യജ്അലനി മിൻഹും, ആ വിഭാഗത്തിൽ പെട്ടുപോവാൻ വേണ്ടി അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്യുമോ? നബി തങ്ങൾ ദുആ ചെയ്തുകൊണ്ട് പറഞ്ഞു, ഉമ്മു ഹറാമേ, നിങ്ങൾ ആ യാത്രാ സംഘത്തിലുണ്ട്. മരുഭൂമിയും കടന്ന് കടലിലേക്ക്, ദശ്ത് തോ ദശ്ത് ഹേ ദരിയാ ഭീ ന ഛോടാ ഹംനെ, ദശ്ത് തോ ദശ്ത് ഹേ ദരിയാ ഭീ ന ഛോടാ ഹംനെ, ബഹ്റ സുലുമാത് മേ ദൗടാ ദിയാ ഖോടാ ഹംനെ. മെഡിറ്ററേനിയൻ കടലിലൂടെയാണ് താരിഖ് റളിയല്ലാഹു അൻഹു കുതിര ഓടിച്ചു കയറ്റിയത്. ശുദ്ധമായ ദീനിന്റെ പ്രബോധനത്തിന് പോയ താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ആ കുതിരയോട്ടത്തിന്റെ പേരിൽ ജിബ്രാൾട്ടർ എന്ന് പറയുന്ന മൊറോക്കോയിൽ നിന്ന് സ്പെയിനിലേക്ക് കടക്കാൻ പോകുന്ന ഒരു കടലിടുക്കുണ്ട്, സ്ട്രൈറ്റ് ഓഫ് ജിബ്രാൾട്ടർ. ജിബ്രാൾട്ടർ എന്നതിന് അറബിയിൽ പറയുന്ന പേര് ജബൽ താരിഖ് എന്നാണ്. ജബൽ താരിഖ് എന്നാൽ താരിഖ് ഇബ്നു സിയാദ് എന്ന സ്വഹാബിയുടെ പേരിലുള്ള പർവ്വതം എന്നാണ്. താരിഖ് ഇബ്നു സിയാദ് എന്ന അവർ മഹാനായ സ്വഹാബിയുടെ പേരിൽ ജബൽ താരിഖ്, താരിഖ് പർവ്വതം, അതാണ് ജിബ്രാൾട്ടറായി മാറിയത്.
എന്ന് മാപ്പ് എടുത്ത് നോക്കിയാൽ the Strait of Gibraltar, the Strait of Hormuz, the Strait of Bab al-Mandib, യമനിന്റെ ഭാഗത്തൊരു സ്ട്രൈറ്റ് ഉണ്ട്, കടലിടുക്ക്, ബാബുൽ മന്ദിബ്. UAE-യിലേക്ക് കടക്കാൻ ഇറാനിലൂടെ കടന്നു വരുമ്പോ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് അറേബ്യൻ കടലിലേക്ക് കടന്ന് പേർഷ്യൻ കടലിലേക്ക് കടക്കുന്നിടത്ത് ചെറിയൊരു കടലിടുക്കുണ്ട്, ദ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ്. അത് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള സ്ട്രൈറ്റ് കടലിടുക്ക് കിടക്കുന്നത് മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് അറ്റ്ലാന്റിക്കിലേക്ക് പോകുമ്പോഴാണ് മൊറോക്കോയുടെ ഭാഗത്ത് സ്ട്രൈറ്റ് ഓഫ് ജിബ്രാൾട്ടർ. ജബൽ താരിഖ് ആണ് ജിബ്രാൾട്ടർ ആയത്. ഇംഗ്ലീഷുകാരൻ ജബൽ താരിഖ് എന്ന് പറഞ്ഞപ്പോ ജിബ്രാൾട്ടറായി മാറിയതാണ്. മഹാനായ താരിഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ യാത്ര നബി തങ്ങൾ പറയുകയാണ്, ഉമ്മു ഹറാമേ നാസും മിൻ ഉമ്മതി ഉരിദു അലയ്യ ഗുസാതൻ ഫീ സബീലില്ലാഹി യർകബൂനൽ ബഹറ. സമുദ്രം കയറി പോകാൻ പോകുന്നുണ്ട് എന്റെ ഉമ്മത്തികൾ, ഇസ്ലാം പ്രചരിക്കാൻ പോവുകയാണ്. എന്ത് മരുഭൂമി, ദശ്ത് ചോ ദശ്ത് ഹേ ദരിയാ ഭീ ന ഛോടാ ഹംനെ. പുഴകളോ മരുഭൂമിയോ എല്ലാം കടന്നുവല്ലോ. ബഹ്റ സുലുമാത് മേ ദൗടാ ദിയാ ഖോടാ ഹംനെ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞപ്പോ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹക്ക് മോഹം, നബിയെ രാജാക്കന്മാരെ പോലെ കപ്പലിൽ കടന്നു പോകുന്ന യോദ്ധാക്കളോ, എനിക്കാ സംഘത്തിലാവണം. അൻതി മിൻഹും, നിങ്ങൾ അവരിലുണ്ട്. ഉമ്മു ഹറാം എന്ന് നബിയുടെ അമ്മായിയോട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം